മാന്നാർ നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ചിത്രീകരിച്ച വീഡിയോ ശ്രദ്ധേയമാകുന്നു. വിദ്യാലയത്തിലേക്ക് എന്നോ എത്തിച്ചേർന്ന ഒരു പുസ്തകം അതിന്റെ ജീവിതകഥ പങ്കുവെക്കുന്നതായ വീഡിയോയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാന്നാർ നായർ സമാജം സ്കൂൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ചിത്രീകരിച്ച വീഡിയോ ശ്രദ്ധേയമാകുന്നു. ഒരു പുസ്തകം കഥ പറയുന്നു. ഏതോ കാലത്ത് ആരുടെയോ കൈകളിൽ ഒരുപാട് കൂട്ടുകാർ ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നു. ഇരുട്ടടഞ്ഞ് ആ മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ പ്രതീക്ഷയോടെ ഒരു പുതിയ ലോകത്തേക്ക് കടന്നു ചെന്നു. എന്നിൽ നിന്ന് ഉയരുന്ന ആ പുതിയ മണം ആസ്വദിച്ചുകൊണ്ട് എൻ്റെ നെഞ്ചിൽ ഒരു സംഖ്യ വരച്ചു. എൻ്റെ യാത്രകൾ ഒരു തുടർക്കഥയാണ്. ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ എന്നെ തിന്നാനുള്ള വിഷപ്പോടെ ഇന്ന് പൊടി പിടിച്ച് പഴകി പ്രായമായ ഞാൻ അലമാരയുടെ മുകളിൽ ഉറങ്ങിക്കിടന്നു. ആരെങ്കിലും ഒന്ന് തൊട്ടുണർത്താൻ വേണ്ടി വായന മറന്ന ലോകത്തിൽ ഞാൻ തനിയെ. വിദ്യാലയത്തിലേക്ക് എന്നോ പുസ്തകക്കെട്ടുകളുടെ കൂടെ എത്തിച്ചേർന്ന ഒരു പുസ്തകം അതിൻ്റെ ജീവിതകഥ പങ്കുവയ്ക്കുകയാണ് ഈ റീൽസിലൂടെ. ഒരു കാലത്ത് ഒരുപാട് കൈകൾ മാറി സഞ്ചരിച്ച് ജീവിച്ചിരുന്ന പുസ്തകം ഇപ്പോൾ എല്ലാവരാലും വിസ്മരിക്കപ്പെട്ട് കൂട്ടുകാരില്ലാതെ വിതുമ്പിക്കരയുകയാണ്. എന്നെങ്കിലും ആരെങ്കിലും ഇനിയും കൂട്ടുവരും എന്ന പ്രതീക്ഷയോടെ പുസ്തകത്തിൻ്റെ കഥ അവസാനിക്കുന്നു. 1 മിനിറ്റോളം ദൈർഘ്യം വരുന്ന ചിത്രത്തിൻ്റെ അണിയറയിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളാണ് പ്രവർത്തിച്ചത്. വായനാശീലം കുട്ടികളിൽ വളർത്തുവാൻ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ പരിശ്രമിക്കുകയാണ് ഉദ്ദേശമെന്ന് ലിറ്റിൽ കൈറ്റ്സ് ടീം വ്യക്തമാക്കി. ഇതിൽ കഥാപാത്രം പുസ്തകം തന്നെയാണ്. കഥാപാത്രം ആയ പുസ്തകം തൻ്റെ കഥ നമ്മളോട് വിവരിക്കുകയാണ്. എന്നോ ആരുടെയോ കയ്യിൽ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന പുസ്തകം ഒരുപാട് ആൾക്കാരുടെ രാത്രികളിൽ പങ്കുചേർന്ന പുസ്തകം, എന്നാൽ ഇന്ന് അനാഥമായ പുസ്തകം. ആ പുസ്തകത്തിന്റെ കഥയാണ് ഈ റീൽസിലൂടെ പങ്കുവെച്ചത്. ഇന്ന് വായന അകന്നു പോവുകയും കുട്ടികളെല്ലാം സ്ക്രീനിൽ മാത്രം ജീവിതം ഒതുക്കുകയും ചെയ്യുന്നത് കൊണ്ട് എത്ര ഉപദേശിച്ചാലും ചിലപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഈ തീം ചെല്ലണമെന്നില്ല. അതുകൊണ്ടാണ് റീൽസിലൂടെ തന്നെ വീണ്ടും പുസ്തകത്തിലേക്ക് വരാനുള്ള ഒരു ആഹ്വാനം കൊടുക്കാൻ ഞങ്ങൾ ഇത്തരത്തിൽ ഒരു റീൽ പ്ലാൻ ചെയ്തത്. സ്കൂൾ പ്രഥമാധ്യാപിക ടി സരിത, കൈറ്റ് മെന്റർമാരായ മാധവൻ നമ്പൂതിരി, നിഷ എൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റീൽസിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നത്. CDNet ന്യൂസ് മാന്നാർ.